കൊച്ചിയിൽ നിന്ന് NDAയുടെ പ്രതീക്ഷകൾ എന്തായാലും ഈ കേരള നിയമസഭയിൽ NDA വീണ്ടും അക്കൗണ്ട് തുറക്കുമെന്നും അത് മാത്രമല്ല അവർക്ക് നല്ല നമ്പറുകൾ കിട്ടുമെന്നും ഒക്കെ നേതാക്കന്മാർ അവകാശപ്പെടുമ്പോൾ ബാക്കി പറയാൻ വിപിൻ സി വിജയൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് വിപിൻ, പറയൂ. ഗുഡ് മോർണിംഗ് SKN. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പും ഉള്ളത്. അതിന് കാരണം എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടിയാണ്. കാരണം ഒരു 1 മുതൽ 5 സീറ്റുകൾ വരെ ലഭിക്കും എന്നുള്ളതായിരുന്നു NDAയുടെ പ്രതീക്ഷ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ പോയി എന്നുള്ളതാണ്. കാരണം 7, പിന്നീട് അത് 11 ആകുന്നു, പിന്നീട് 14 സീറ്റ് വരെ കേരളത്തിൽ പ്രവചിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അത് ഇഞ്ചോടിഞ്ച് മത്സരങ്ങൾ നടന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ NDAക്ക് കൂടുതൽ അത് കരുത്തായി, അല്ലെങ്കിൽ NDAയിലേക്ക് വോട്ടുകൾ വന്നു എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ നേതൃത്വമുള്ളത്. അതിൽ ഉറപ്പിക്കുന്നത് നിയമവും കഴക്കൂട്ടവുമാണ്. നമുക്ക് ആദ്യം മുതൽ അറിയാവുന്ന പോലെ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ബൂത്ത് തല കണക്കെടുത്തപ്പോൾ ഈ 2 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പ് എന്നുള്ളതാണ്. പൂട്ടിയ ഇപ്പോൾ നേമത്തായിരുന്നു BJPക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നത്. അത് പൂട്ടിയതിനു ശേഷം ഇപ്രാവശ്യം താമര വിരിയും എന്നുള്ള കാര്യത്തിൽ ഒരു എക്സിറ്റ് പോളുകൾക്കും സംശയമില്ല. താമര കേരളത്തിൽ വിരിയും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നേമത്തായിരിക്കും എന്നുള്ളതാണ്. നേമത്തെ സംബന്ധിച്ച് അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം അവരുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുന്നു. സ്വയം പ്രഖ്യാപിച്ച് രാജീവ് ചന്ദ്രശേഖർ തന്നെ ഞാൻ നേമത്ത് മത്സരിക്കുമെന്നുള്ളത് ആദ്യഘട്ടത്തിൽ പറയുന്നു. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരാജയം നേമത്തൊക്കെ നേരിടുകയാണെങ്കിൽ അത് പിന്നീട് BJPയെ സംബന്ധിച്ച് എതിർചേരി വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയാക്കി അത് കൊണ്ടുവരുമെന്നുള്ളതും തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ നിർണായകമായിട്ടുള്ള ഘടകങ്ങളാകും. നിയമവും കഴക്കൂട്ടവും വിജയിച്ച് കയറും എന്ന് പറയുമ്പോൾ മറ്റ് മണ്ഡലങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. ഒരു 2ാം ഘട്ടമായി കരുതുന്നത് കാട്ടാക്കടയുണ്ട്, ഒപ്പം പാലക്കാട്, മഞ്ചേശ്വരം, തൃശ്ശൂർ, നാട്ടിക, ചാത്തന്നൂർ, ഇത്രയും സ്ഥലങ്ങൾ ഇഞ്ചോടിഞ്ച് മത്സരം നടന്നു. വിജയിച്ച് കയറാവുന്ന മണ്ഡലങ്ങളുണ്ട് എന്നുള്ളത് കണക്കുകൂട്ടുന്നു. അതിൽ മഞ്ചേശ്വരവും പാലക്കാടുമാണ് കൂടുതലായും അവർ ഉറപ്പിക്കുന്ന ഒരു മണ്ഡലമുള്ളത്. ഈ ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ട് എന്നും LDFിൽ നിന്നും UDFിൽ നിന്നും നായർ ഈഴവ വോട്ടുകൾ BJPയിലേക്ക് കുറെ കൂടി ഷിഫ്റ്റ് ആയിരിക്കുന്നു എന്നുമുള്ള ഒരു വിലയിരുത്തൽ BJPയെ സംബന്ധിച്ചുണ്ട്. എന്നാൽ മധ്യ കേരളത്തെ സംബന്ധിച്ച് ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അത് കുറേയൊക്കെ പാളിയിരിക്കുന്നു. വേണ്ടത്ര വിജയം കണ്ടിട്ടില്ല എന്നുള്ള ഒരു കണക്കുകൂട്ടൽ കൂടിയുണ്ട്. കാരണം അവർ ഒരു ക്രിസ്ത്യൻ മുഖമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നായിരുന്നു ഷോൺ ജോർജും ഒപ്പം തന്നെ PC ജോർജും ഉള്ളത്. പക്ഷേ അവരൊക്കെ തന്നെ സഭയ്ക്കെതിരെ രംഗത്ത് വരുന്ന ഒരു കാഴ്ച കൂടിയാണ് കണ്ടത്. ഞാൻ നിൽക്കുന്നത് SKN ഇപ്പോൾ UC കോളേജിലാണ്. ആലുവ, അതുപോലെ തന്നെ പറവൂർ, പെരുമ്പാവൂരും അങ്കമാലിയും കുന്നത്തുനാടും എണ്ണുന്നത് ഇതാ ഇവിടെയാണ്, ഈ UC കോളേജിൽ വെച്ചാണ്. അതുകൊണ്ട് തന്നെ നാളെ ഈ സമയത്ത് ഈ സ്ഥലമൊക്കെ തന്നെ കൊടിത്തോരണങ്ങളും അണികളും നേതാക്കളും ഒക്കെ ആയിട്ട് നിറഞ്ഞു കവിയുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണുന്നത്. അതിനി മണിക്കൂറുകൾ മാത്രമാണ് കാത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം എണ്ണുന്നത് ഇതാ ഈ UC കോളേജിലാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ UC കോളേജിന്റെ മുന്നിൽ നിന്നുള്ള കാഴ്ച. ആദ്യത്തെ ഒരു ബലത്തിന്റെ സൂചന അത് 8:30 തന്നെ വരും. എങ്ങോട്ടേക്കായിരിക്കും, കുന്നത്തുനാടിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും, ഒപ്പം തന്നെ ആലുവ എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നുള്ളതിനൊക്കെ ആദ്യ മണിക്കൂറിൽ തന്നെ എല്ലാ സജ്ജീകരണങ്ങളുമായി 24ഉം ഇവിടെ സജ്ജമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാളെ ഇവിടെ മുഴുവൻ കളിയും ഇനിയുള്ള ഓരോ മണിക്കൂറും നിർണായകം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഓരോ രാഷ്ട്രീയ നേതാക്കളുടെയും അണികളുടെയും നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടി വരികയും ചെയ്യുകയാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.